വാഴ്ചയും വീഴ്ചയും പുത്തനുദയവും കണ്ട മൈതാനങ്ങളുടെ ഒരു വാരം സംഭവബഹുലമായിരുന്നു. T20 ലോകകപ്പിൽ കുഞ്ഞൻ ടീമുകളുടെ ഉയർത്തെഴുന്നേൽപ്പും വമ്പൻ ടീമുകളുടെ പതനവും കാണാനായി. ലോകകപ്പിന്റെ തുടക്കത്തിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് ന്യൂയോർക്കിലെ നാസൌ കൗണ്ടി സ്റ്റേഡിയത്തിലെ പിച്ചായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും പറിച്ചെടുത്തു വെച്ച അഥവാ ഡ്രോപ്പ് ഇൻ പിച്ചുകളിൽ റൺസ് കണ്ടെത്താൻ ബാറ്റ്സ്മാൻമാർ നന്നേ പാടുപെട്ടു. ഇന്ത്യയുടെ ആദ്യ 2 മത്സരവും ഈ സ്റ്റേഡിയത്തിലാണ് നടന്നത്. അയർലാൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ 94 ഡോട്ട് ബോളുകളാണ് പിറന്നത്. ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ ഡോട്ട് ബോളുകളുടെ എണ്ണം 122 ഇന്ത്യയുടെ പാകിസ്ഥാനെതിരെയുള്ള 2ാം മത്സരത്തിൽ 117 ഡോട്ട് ബോളുകളാണ് ഉണ്ടായത്. ഈ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധ്യത കൽപ്പിക്കാതിരുന്ന പല ടീമുകളുടെയും ഗംഭീര പ്രകടനമാണ്. ആതിഥേയരായ USA തന്നെയാണ് ആ കൂട്ടത്തിൽ മുന്നിൽ. ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെ ആധികാരികമായി ജയിക്കുകയും 2ാം മത്സരത്തിൽ ശക്തരായ പാകിസ്ഥാനെ അട്ടിമറിക്കുകയും ചെയ്തു. സൂപ്പർ ഓവറിലായിരുന്നു USAയുടെ വിജയം. ന്യൂസിലാൻഡിനെതിരെയുള്ള അഫ്ഗാനിസ്ഥാന്റെ വിജയം അട്ടിമറിയല്ല, ഏകപക്ഷീയമായിരുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും അവർ തിളങ്ങി. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 159 റൺസ്. ന്യൂസിലാൻഡിന്റെ മറുപടി 75 റൺസിൽ ഒതുങ്ങി. അഫ്ഗാന് 84 റൺസ് ജയം. അഫ്ഗാന് വേണ്ടി റഹ്മാനുള്ള ഗുർബാസ് 56 പന്തിൽ 80 റൺസ് നേടിയപ്പോൾ ഫസൽ ഹഖ് ഫാറൂഖി, റാഷിദ് ഖാൻ എന്നിവർ 4 വിക്കറ്റുകൾ വീതവും മുഹമ്മദ് നബി 2 വിക്കറ്റും വീഴ്ത്തി. 2 വിജയവുമായി ഒരു പടി കൂടി ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം. അയർലാൻഡിനെതിരെ അനായാസം ജയിച്ചു കയറിയെങ്കിലും പാകിസ്ഥാനെതിരെ ശരിക്കും വെള്ളം കുടിച്ചു. ബാറ്റ്സ്മാൻമാരുടെ ഫോം ഔട്ട് ഇന്ത്യക്ക് വിനയാകുന്നുണ്ട്. സൂപ്പർ താരങ്ങളായ കോഹ്ലിയും ക്യാപ്റ്റൻ രോഹിത്തും ബാറ്റിംഗിൽ നിറം മങ്ങിയ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഋഷഭ് പന്ത് മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 കളികളിലും ഇന്ത്യയെ തുണച്ചത് ജസ്പ്രീത് ബുംറ എന്ന മാന്ത്രികനാണ്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയത് ബുംറയുടെ അവസാനത്തെ 2 ഓവറുകളാണ്. 15ാം ഓവറിൽ നങ്കൂരമിട്ട് കളിക്കുകയായിരുന്ന മുഹമ്മദ് റിസ്വാനെ പുറത്താക്കി പാകിസ്ഥാന്റെ മേൽ കൂടുതൽ സമ്മർദ്ദമേൽപ്പിച്ചു. 19ാം ഓവറിൽ വീണ്ടും എത്തി ഇഫ്തിഖറിന്റെ വിക്കറ്റ് വീഴ്ത്തി കളി ഇന്ത്യക്ക് അനുകൂലമാക്കിയെടുക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞു. 4 ഓവറിൽ 14 റൺസ് വഴങ്ങി പാക് ക്യാപ്റ്റൻ ബാബർ അസമിന്റെ വിക്കറ്റ് ഉൾപ്പെടെ 3 വിക്കറ്റുകളാണ് കളിയിൽ ബുംറ വീഴ്ത്തിയത്. 15 ഡോട്ട് ബോളുകളും അദ്ദേഹത്തിന്റെ ഓവറുകളിൽ ഉണ്ടായി. ആ മത്സരത്തിലും അയർലാൻഡിനെതിരെയുള്ള മത്സരത്തിലും ബുംറ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. പാകിസ്ഥാനെ കാര്യമെടുത്താൽ പുറത്താക്കലിന്റെ വക്കിലാണവർ. ജയിക്കാമായിരുന്ന 2 മത്സരവും അവർ കൈവിട്ടു. USA ഏറ്റ തോൽവി അവരെ ചെറുതായൊന്നുമല്ല ഉലച്ചു കളഞ്ഞത്. പരിതാപകരമാണ് ഇംഗ്ലണ്ടിന്റെ കാര്യം. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ഓസ്ട്രേലിയയോട് തോൽക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ബിയിൽ 4-മതാണിപ്പോൾ അവർ. ഇനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകം. സൂപ്പർ 8ലേക്കുള്ള പ്രവേശനത്തിന് ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും USAയും, ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്കോട്ട്ലാൻഡും ഓസ്ട്രേലിയയും, ഗ്രൂപ്പ് സിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും, ഗ്രൂപ്പ് ഡിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശും ഏറെക്കുറെ ടിക്കറ്റ് ഉറപ്പിച്ച മട്ടാണ്. യൂറോകപ്പ് ഫുട്ബോളിന്റെ 17ാമത് എഡിഷന് 14-ന് ജർമ്മനിയിൽ കിക്ക് ഓഫ്. 24 ടീമുകൾ പങ്കെടുക്കുന്ന യൂറോകപ്പിലെ മത്സരങ്ങൾ 10 വേദികളിലായാണ് നടക്കുക. ഗ്രൂപ്പ് എയിൽ ജർമ്മനി, സ്കോട്ട്ലാൻഡ്, ഹംഗറി, സ്വിറ്റ്സർലാൻഡ്. ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി, അൽബേനിയ. ഗ്രൂപ്പ് സിയിൽ സ്ലൊവേനിയ, ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട്. ഗ്രൂപ്പ് ഡിയിൽ പോളണ്ട്, നെതർലാൻഡ്, ഓസ്ട്രിയ, ഫ്രാൻസ്. ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം, സ്ലോവാക്യ, റൊമാനിയ, യുക്രൈൻ. ഗ്രൂപ്പ് എഫിൽ തുർക്കി, ജോർജിയ, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക് ടീമുകൾ ഏറ്റുമുട്ടും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനി സ്കോട്ട്ലാൻഡിനെ നേരിടും. രാത്രി 12:30-നാണ് മത്സരം. ജൂലൈ 14-ന് ബെർലിനിലാണ് ഫൈനൽ മത്സരം നടക്കുക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുത്തൻ താരോദയം. സ്പാനിഷുകാരനായ കാർലോസ് അൽക്കാരസ് ആണ് ഇത്തവണത്തെ ജേതാവ്. 21-കാരനായ അൽക്കാരസ് 5 സെറ്റ് നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ അലക്സാണ്ടർ സ്വരോവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. 20 വർഷ ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും അധികം കിരീടം നേടിയിട്ടുള്ളത് റാഫേൽ നദാലാണ്. 14 തവണയാണ് അദ്ദേഹം ജേതാവായിട്ടുള്ളത്. ഫ്രഞ്ച് ഓപ്പണിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യ റൗണ്ടിൽ പുറത്താകുന്ന നദാലിനെയാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരോവ് ആണ് റാഫയെ പരാജയപ്പെടുത്തിയത്. ഫ്രഞ്ച് ഓപ്പൺ ജയത്തോടുകൂടി ടെന്നീസ് റാങ്കിങ്ങിൽ 2-മതെത്താനും ആൽക്കാരസിന് കഴിഞ്ഞു.